അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് സെറ്റ് 2019 ഇപ്പോൾ അപേക്ഷ ക്ഷണിക്കാനുള്ള വിളിച്ചിട്ടുള്ള സമയമാണ്. അപ്പോൾ അതിനെങ്ങനെ അപ്ലൈ ചെയ്യാം, ഓൺലൈനായിട്ട് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 27 മുമ്പായിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടതാണ്. അവസാന ഡേറ്റ് ശ്രദ്ധിക്കുക. വെബ്സൈറ്റ് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് ഒരു ബ്രൗസറിൽ കയറി എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഇത് LBS സെൻറ്ററിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. ഇതിൽ സെറ്റ് ആൻഡ് അതർ എക്സാംസ്, ആൻസർ കീസ് ആൻഡ് ഓൺലൈൻ ഹാൾ ടിക്കറ്റ്സ് എന്ന ഈ ഒരു ഭാഗം കാണാം. അപ്പോൾ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ സെറ്റിൻ്റെ അടുത്തൂടെ നമുക്ക് കാണാം ന്യൂ സെറ്റ് ജൂലൈ 2019 എന്ന് എഴുതിയിട്ടുണ്ട്. The state eligibility test. Click here to get more details for previous set examinations. അപ്പോൾ നമ്മളിവിടെ ന്യൂ സെറ്റ് ജൂലൈ 2019 ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വെബ് പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇത് ജൂലൈ 2019 ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് ജൂലൈ 10 അവസാനിക്കുന്നത് 27 ജൂലൈ 2019 5 മണിക്ക് അവസാനിക്കും. അതിന് 27 മുമ്പ് രജിസ്റ്റർ ചെയ്തവർക്ക് 30 വരെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഡേറ്റാണ്. അതായത് 30 വരെ പേയ്മെൻറ്റ് ചെയ്യാം. അതിന് മുമ്പും ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതോടൊപ്പം പേയ്മെൻറ്റ് ചെയ്യുക. അവസാന നിമിഷത്തേക്ക് എടുത്തു വെച്ചാൽ അത് പിന്നെ നമുക്ക് സെർവറിൻ്റെ വല്ല പ്രശ്നം വന്നാൽ പിന്നെ ചെയ്യാൻ പറ്റാതെയാവും. പിന്നെ ഇവിടെ ഓൺലൈൻ അഡ്മിഷൻ ടിക്കറ്റ് എടുക്കുന്നത് 18/9/2019 അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റ് ആവും. അത് നമുക്ക് അപ്പോൾ ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ ഡേറ്റ് ഓഫ് ടെസ്റ്റ് കൊടുത്തിരിക്കുന്നത് 29/9/2019 ഇപ്പോൾ നിലവിൽ അതിനുള്ള ഡേറ്റ്. ഇതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ ഡൗൺലോഡ്സിൽ കാണാം നോട്ടിഫിക്കേഷൻ, പ്രോസ്പെക്ടസ്, അതുപോലെ കറണ്ട് സിലബസ്. 2016 റിവൈസ് ചെയ്ത സിലബസാണ്. അതുപോലെ സിലബസ്, ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അവിടെയാണ് നമ്മൾ പുതിയ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്യേണ്ടത്. അതുപോലെ താഴെ പ്രീവിയസ് സെറ്റിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ആൻസർ കീ, പ്രോസ്പെക്ടസ്, അതിൻ്റെ റിസൾട്ട്, എല്ലാ കാര്യങ്ങളും ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഓരോ വർഷത്തെയും ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് കാണാം. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ഹിയർ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ. അതിൻ്റെ താഴെ കാൻഡിഡേറ്റ്സ് നീഡ് നോട്ട് സെൻഡ് ദ പ്രിൻ്റ് ഔട്ട് ഓഫ് ആപ്ലിക്കേഷൻ ഫോം ഓർ അതർ ഡോക്യുമെൻറ്റ്സ് ടു LBS സെൻറ്റർ. നമ്മൾ ഓൺലൈനിൽ മാത്രം അപേക്ഷിച്ചാൽ മതി, അതിൻ്റെ പ്രിൻ്റ് ഔട്ടൊന്നും എടുത്ത് LBS സെൻറ്ററിലോട്ട് അയച്ച് കൊടുക്കണ്ട എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുക, നമുക്ക് ഫ്യൂച്ചറിലായിട്ട് റെഫറൻസ് നോക്കാൻ വേണ്ടിയിട്ട് ആവശ്യം വരും. ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ. ഇനി ഇവിടെ തൊട്ടടുത്ത വെബ് പേജിലോട്ട് പോയി ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഗെറ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഇൻസ്ട്രക്ഷൻസ് ഒരുപാടുണ്ടാവും. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് വായിച്ച് മനസ്സിലാക്കി നമുക്ക് വളരെ വ്യക്തമായിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഫസ്റ്റ് ടൈം യൂസേഴ്സ് ക്ലിക്ക് ഹിയർ. ഇവിടെ ന്യൂ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് രജിസ്റ്റർ നമ്പർ കിട്ടാത്തവർ ഇവിടെ രജിസ്റ്റർ ചെയ്യണം. വൺസ് രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്നവർ ഇവിടെ രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സ് ക്ലിക്ക് ഹിയർ വഴി ചെയ്തിട്ട് ബാക്കി നിങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ ഇവിടെ ഇൻസ്ട്രക്ഷൻസ് ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് 1 മൊബൈൽ നമ്പർ രജിസ്ട്രേഷനാണ്, അതിവിടെ വഴിയെ പറയാം. സ്റ്റെപ്പ് 2 ഫില്ലിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ, ഇതൊക്കെയാണ്. ഇനി സ്റ്റെപ്പ് 3 അപ്ലോഡിങ് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. സ്റ്റെപ്പ് 4 ഓൺലൈൻ പേയ്മെൻറ്റ്, ഫീസ് അടയ്ക്കുകയാണ്. ജനറൽ, OBC, ക്രീമി ആൻഡ് നോൺ ക്രീമി ലെയർ കാൻഡിഡേറ്റ്സിന് എല്ലാവർക്കും 750 രൂപയാണ്. SC ST കാൻഡിഡേറ്റ്സിന് 375 രൂപ. അതുപോലെ ഫിസിക്കലി ഡിസേബിൾഡ് ഓർ വിഷ്വലി ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്കും 375 രൂപയാണ് ഫീസ്. ഇനി നമുക്ക് രജിസ്ട്രേഷനിലോട്ട് ഇൻസ്ട്രക്ഷൻസ് ഇതുപോലെ കൊടുത്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക, അതിലുള്ള കാര്യങ്ങൾ വഴിയെ പറയുന്നതായിരിക്കും. ഇനി രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യാം. രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് ആദ്യം ഓപ്പൺ ആയിട്ട് വരിക. നമ്മൾ പറഞ്ഞു സ്റ്റെപ്പ് 1 മൊബൈൽ നമ്പർ രജിസ്ട്രേഷൻ ആണെന്ന്. നിങ്ങൾ ഉപയോഗിക്കുന്ന മെസ്സേജൊക്കെ വന്നാൽ കിട്ടുന്ന ഒരു മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കേണ്ടതാണ്. പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസൊക്കെ അതിലോട്ടാണ് മെസ്സേജ് വരിക. അപ്പോൾ ഇവിടെ മൊബൈൽ നമ്പർ ഭയങ്കര കെയർഫുള്ളായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ വെരിഫൈ യുവർ മൊബൈൽ നമ്പർ എന്ന് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു സെൻഡ് 1 ടൈം പാസ്വേഡ് ടു നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പർ ഇവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് OTP എന്ന് പറയുന്ന 1 ടൈം പാസ്വേഡ് മൊബൈലിലോട്ട്
മെസ്സേജ് ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്താൽ തൊട്ടടുത്ത പേജിൽ റിസീവ് ചെയ്ത OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള പേജ് വരും. അപ്പോൾ നമ്മുടെ മൊബൈലിലോട്ട് ഇപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും കൊടുത്ത നമ്പറിലോട്ട്. ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത OTP ശരിയാണെങ്കിൽ യുവർ മൊബൈൽ നമ്പർ വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്നിവിടെ കാണിക്കും. ഇനി അതിന് താഴെ ക്ലിക്ക് ഹിയർ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ സ്റ്റെപ്പ് 2 ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ഫോമാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. ഇനി ഇവിടെ സബ്ജക്റ്റ് ഓപ്റ്റഡ് ഫോർ സെറ്റ്, ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഡിസ്ട്രിക്ട് ഓപ്റ്റഡ് ഫോർ സെറ്റ്, നമുക്ക് ഏത് ഡിസ്ട്രിക്റ്റിലാണ് എക്സാം വേണ്ടത് അതിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. നെയിം ഓഫ് കാൻഡിഡേറ്റ്, ഇവിടെ നമ്മുടെ പേര് SSLC സർട്ടിഫിക്കറ്റിലുള്ള അതേപോലെ തെറ്റാതെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഡേറ്റ്, മന്ത്, ഇയർ എന്ന ഫോർമാറ്റിൽ. ജെൻഡർ സെലക്ട് ചെയ്യുക. കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്യുക. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണോ എന്ന് ചോദിക്കുന്നത് യെസ് ഓർ നോ കൊടുക്കുക. നെയിം ഓഫ് ദ പാരൻ്റ് ഓർ ഗാർഡിയൻ കൊടുക്കുക. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൊടുക്കുക. ഇവിടെ പിൻകോഡ് കൊടുക്കുക. ഇനി പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, ആധാർ കാർഡ് അതുപോലുള്ള ഏതെങ്കിലും പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ഇവിടെ കൊടുക്കണം. അതിൻ്റെ നമ്പറും തൊട്ടിപ്പുറത്ത് കൊടുക്കേണ്ടതാണ്. ഇനി മൊബൈൽ നമ്പർ ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഇവിടെ കാണാൻ പറ്റും. ഇതിവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ മുമ്പ് അത് വെച്ചിട്ടാണ് വെരിഫൈ ചെയ്തത് മൊബൈൽ നമ്പർ. അപ്പോൾ ഇവിടെ തെളിഞ്ഞു വരുന്നതാണ്, അത് എഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി അതുപോലെ ഇമെയിൽ ID കൊടുക്കുക. ഇനി അക്കാഡമിക് ഡീറ്റെയിൽസ് ആണ്. പോസ്റ്റ് ഗ്രാജുവേറ്റിന് അത് സബ്ജക്റ്റ് കൊടുക്കുക. PGയിൽ എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടെന്ന് ഇവിടെ പെർസെൻറ്റേജിൽ കൊടുക്കണം. അതുപോലെ വേറെ B.Ed MSc M.Ed അങ്ങനെയൊക്കെ ചെയ്തവർ ഇവിടെ കൊടുക്കുക. ഇനി അടുത്തത് ഫീസാണ്. ഫീ റെമിറ്റൻസ് ഇവിടെ നമ്മൾ കമ്മ്യൂണിറ്റി ജനറൽ സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ 750 കാണാം. ഇവിടെ മാറ്റി SC ST കാൻഡിഡേറ്റ്സ് അങ്ങനെ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ഫീസ് മാറുന്നതായിരിക്കും. ഇനി ഇവിടെ അണ്ടർടേക്കിംഗ് ഉണ്ട്. ദ ഇൻഫർമേഷൻ എൻറ്റേർഡ് എബവ് ആർ ട്രൂ ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ് ആൻഡ് ഐ ആം ഫുള്ളി അവെയർ ദാറ്റ് എനി എറർ ഇൻ ദ ഡാറ്റ സബ്മിറ്റഡ് വിൽ റിസൾട്ട് ഇൻ ദ ക്യാൻസലേഷൻ ഓഫ് മൈ രജിസ്ട്രേഷൻ ഫോർ ദ ടെസ്റ്റ്. മുമ്പ് കൊടുത്ത ഡീറ്റെയിൽസൊക്കെ കൃത്യമായി കൊടുത്തിട്ടുണ്ടെന്നുള്ള നമ്മുടെ ഡിക്ലറേഷനാണ് ഇവിടെ. ഐ എഗ്രിയിൽ കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു രജിസ്ട്രേഷൻ ID ഇവിടെ കാണുന്ന പോലെ ഒരു യുവർ രജിസ്ട്രേഷൻ ID ഈസ് എന്ന് പറഞ്ഞിട്ട് ഒരു 6 അക്ക നമ്പർ ഇവിടെ കിട്ടുന്നതാണ്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ അടുത്ത പ്രോസസ്സിലൊക്കെ ലോഗിൻ ചെയ്യേണ്ടിയൊക്കെ വരിക. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി ടു കംപ്ലീറ്റ് ദ രജിസ്ട്രേഷൻ പ്രോസസ് യു മസ്റ്റ് ഹാവ് ടു അപ്ലോഡ് ഫോട്ടോ ബൈ ക്ലിക്കിംഗ് ദ ബിലോ ബട്ടൺ. അതാണ് സ്റ്റെപ്പ് 3 അപ്ലോഡ് ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ അപ്ലോഡ് മൈ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്ലോഡ് യുവർ ഫയൽ വിച്ച് കണ്ടെയ്ൻസ് യുവർ ഫോട്ടോ, അതായത് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഡിജിറ്റൽ ഫോർമാറ്റിലാക്കിയത്, JPEG ഫോർമാറ്റിലാക്കിയത് 40 KB ആൻഡ് 40 KB സൈസ് മാക്സിമം. 40 KB താഴെയുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് 150 പിക്സൽ ഇൻറ്റു 200 പിക്സൽ ഹൈറ്റ്. അങ്ങനെ നമ്മൾ പെയിൻറ്റിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ റീസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈസിലോട്ട് മാറ്റാൻ പറ്റും. ഇനി ഈ 40 KB സൈസിൻ്റെ താഴെയാണെങ്കിൽ ഇവിടെ ചൂസ് ഫയൽ എന്ന് കൊടുക്കുക. ചൂസ് ഫയൽ കൊടുത്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണ് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് അതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ അപ്ലോഡ് കൊടുക്കുക. കൃത്യമായ സൈസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ താഴെ ഇതുപോലെ അപ്ലോഡഡ് ഫോട്ടോ എന്ന് കണ്ട് ഇവിടെ നമ്മുടെ ഫോട്ടോ കൃത്യമായി വരുന്നതായിരിക്കും, നല്ല ക്ലാരിറ്റി ഇവിടെ വരുന്നതായിരിക്കും. ഇവിടെ താഴെ അവർ കൊടുത്തിട്ടുണ്ട് ഇഫ് യുവർ ഫോട്ടോ ഈസ് നോട്ട് വിസിബിൾ നോട്ട് ക്ലിയർ പ്ലീസ് അപ്ലോഡ് അഗെയിൻ. നമ്മുടെ ഇവിടെ താഴെ തന്ന ഫോട്ടോ നമുക്ക് ക്ലിയർ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യാം. മുകളിലത്തെ അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ വേറെ ഫയൽ ചൂസ് ചെയ്ത് വീണ്ടും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി അതിൻ്റെ താഴെ ക്ലിക്ക് ഹിയർ ടു ഗോ ടു ഓൺലൈൻ പേയ്മെൻറ്റ് സ്ക്രീൻ. ഇനി ഇതിപ്പോൾ നമ്മുടെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞു. ഇനി നമ്മുടെ പേയ്മെൻറ്റ് മാത്രമേ ചെയ്യാനുള്ളൂ. പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ ID ഇവിടെ കാണിക്കും. ഓൺലൈൻ പേയ്മെൻറ്റ് സ്ക്രീൻ വരും. സ്റ്റെപ്പ് 4 പേയ്മെൻ്റ് ആണ്. ഇനി ഇപ്പോൾ ജനറൽ കൊടുത്തുകൊണ്ട് 750 രൂപയുടെ ഫീസാണ് ഇവിടെ ഓൺലൈനായിട്ട് പേ ചെയ്യേണ്ടത്. ഇവിടെ മേക്ക് പേയ്മെൻറ്റ്, ഇവിടെ ഇതിൻ്റെ ഡിഫറെൻറ്റ് പേയ്മെൻറ്റ്സ് മോഡിന് എത്ര രൂപ പ്രോസസ്സിംഗ് ചാർജ് വരുന്നൊക്കെ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ SBIക്ക് 16 രൂപ പ്രോസസ്സിംഗ് ചാർജ് ഉണ്ട്. ഡെബിറ്റ് കാർഡ് വഴി ചെയ്യുകയാണെങ്കിൽ പ്രോസസ്സിംഗ് ഫീസ് ഒന്നുമില്ല. അതുപോലെ ക്രെഡിറ്റ് കാർഡിന് 1% അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡെബിറ്റ് കാർഡ് വഴിയാണ് പ്രോസസ്സിംഗ് ഫീസ് ഇല്ലാതെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഇവിടെ മേക്ക് പേയ്മെൻറ്റ് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ വരും. ഇവിടെ നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക. ജസ്റ്റ് മേക്ക് പേയ്മെൻറ്റ് കൊടുത്താൽ 750 രൂപ ഡിഡക്റ്റായി നിങ്ങളുടെ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബിഹൈൻഡ് സ്ക്രീൻ അതാണ് ചാനലിൻ്റെ പേര്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.